പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു മീനച്ചാറാണ് ഉണ്ടാക്കുന്നത്. അപ്പം മീനച്ചാറൊക്കെ ഇഷ്ടപ്പെടാത്ത നമ്മുടെ മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും അല്ലേ. എനിക്ക് പൊതുവേ മീനച്ചാറും ഇറച്ചിച്ചാറൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. എന്തായാലും നമുക്ക് ഇന്ന് ഞാനിവിടെ ഒരു ചെമ്മീൻ അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഉണക്കച്ചെമ്മീൻ അച്ചാറാണ്. കുറച്ച് അരപ്പോടെയൊക്കെ കൂടെയുള്ള അരപ്പൊക്കെയുള്ള ഒരു നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അച്ചാറിന് വേണ്ടി ഞാനിവിടെ 5 പിടി ഉണക്കച്ചെമ്മീനാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മീനായിരുന്നു. അപ്പോൾ ബാലൻസ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് മുഴുവനായിട്ട് എടുക്കുക. എൻ്റെ കൈക്ക് 5 പിടിയുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ നല്ലോണം ഒന്ന് കഴുകി അതിൻ്റെ ആ വാലും മറ്റേ തലഭാഗം എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് കൈ കൊണ്ട് നല്ല നുള്ളിക്കളഞ്ഞ് നല്ലോണം ഒന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു പാനിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുകയെന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങ് ക്രിസ്പി ആയിട്ട് നമ്മൾ ഈ ചമ്മന്തിക്കൊക്കെ എടുക്കത്തില്ല, അതുപോലെ ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അച്ചാറിനാകുമ്പോൾ കുറച്ചൊരു സോഫ്റ്റ്നെസ് വേണം, എന്നാലും നല്ലോണം ഒന്ന് മൊരിച്ച് വറുത്തെടുക്കണം. ഇനി നമ്മുടെ അച്ചാറിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടി ഞാനിവിടെ ഒരു 15 കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ പിരിയമുളക്. അതിന് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഒരു 5 അല്ലെങ്കിൽ 5 മിനിറ്റ് ഒന്ന് നല്ലോണം വേവിച്ചെടുക്കണം. മുളക് ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാൻ നല്ലോണം അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പുളിയാണ്. അപ്പോൾ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിന് നല്ലോണം വാഷ് ചെയ്തിട്ട് വെള്ളത്തിനകത്തിട്ടൊന്ന് കുതിർത്ത് വെക്കണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിക്കകത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 4 പച്ചമുളക്, പിന്നെ കടുക് പൊട്ടിക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വറ്റൽമുളക്, പിന്നെ കുറച്ച് കരിവേപ്പില. അപ്പോൾ കരിവേപ്പില കുറച്ച് നിങ്ങൾക്ക് അധികം എടുക്കാം കേട്ടോ. ഇവിടെ ലോക്ക്ഡൗൺ ഒക്കെ കാരണം എനിക്ക് ഒരുപാട് കിട്ടിയത് ഞാൻ കരിവേപ്പില എടുത്തിട്ടുണ്ട്. ചെമ്മീൻ വറുത്തത് ഇനി ഞാനൊരു ബൗളിനകത്തേക്ക് മാറ്റി വയ്ക്കുവാണ്. അപ്പോൾ അതിനകത്തുനിന്ന് എൻ്റെ കൈക്കൊരു പിടി എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. വേറൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് നമുക്ക് ആവശ്യമുണ്ട്, ഞാൻ പറയാം. അപ്പോൾ നമുക്കിനി പെട്ടെന്ന് അച്ചാർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടിക്കകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയ്ക്കകത്താട്ടോ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എള്ളെണ്ണയ്ക്കകത്തും അച്ചാർ ഉണ്ടാക്കിയെടുക്കുക, അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിനകത്തേക്ക് ഞാൻ കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ വറ്റൽമുളക് കൂടി ഇട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. പിന്നെ നമ്മൾ ഇടേണ്ടത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് പച്ചമണം മാറുന്നിടം വരെ നല്ലോണം ഒന്ന് വറുത്ത് മൊരിച്ചെടുക്കണം. അപ്പം ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലോണം മൊരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കരിവേപ്പില ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യമേ തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൊരിഞ്ഞ് കിട്ടാൻ ഒരുപാട് സമയം എടുക്കും. അപ്പം തന്നെ നമ്മുടെ കരിവേപ്പില നല്ലോണം അങ്ങ് കരിഞ്ഞു പോകും, ഒരുപാട് അങ്ങ് മൊരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും അവസാനം കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1 സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. അപ്പം മഞ്ഞൾപ്പൊടി കുറച്ച് അധികം ഇടുവാണെങ്കിൽ നമ്മുടെ അച്ചാർ കേടുകൂടാതെ ഇരിക്കും. പിന്നെ വേണ്ടത് എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയാണ്. അപ്പം ഞാനിവിടെ ഒരു 5 സ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് ഒത്തിരി അരപ്പൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ആ വറ്റൽമുളക് പിരിയൻ മുളക് അരച്ച് വെച്ചില്ലേ, അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് അതിന് പകരമായിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഒരു 4 സ്പൂണോളം ഇട്ട് ഇങ്ങനെ സിമ്മിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് തീ വെക്കരുത്, നമ്മുടെ പൊടികളൊക്കെ കരിഞ്ഞു പോകും. സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനെ മുളകും ഈ മഞ്ഞൾപ്പൊടിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് കുറച്ച് നല്ല തിക്കായിട്ട് കുറച്ച് അരപ്പോട് കൂടി അച്ചാർ വേണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിരിയൻ മുളക് അവിടെ അരച്ച് വെച്ചിരിക്കുന്നത്. എന്തായാലും ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന ആ മുളകും കൂടി ഇതിനകത്തേക്ക് ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ആ പച്ചമണമൊക്കെ പോകുന്നിടം വരെ നമ്മൾ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അരപ്പോട് കൂടിയുള്ള അച്ചാർ വേണ്ടെന്നുള്ളവർക്കാണെങ്കിൽ ഈ മുളക് അരച്ച് ചേർക്കുന്നതിന് പകരം കാശ്മീരി ചില്ലി പൗഡർ അങ്ങ് ഇട്ട് കൊടുത്തേച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി നമ്മുടെ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഞാനിവിടെ 150 ml വിനാഗിരിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അച്ചാറിനൊക്കെ വിനാഗിരിയും കുറച്ച് ഉലുവാപ്പൊടിയൊക്കെ മുന്നോട്ട് നിന്നില്ലെങ്കിൽ നമ്മുടെ അച്ചാറിനൊരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല.
ഉപ്പിട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ അച്ചാറിന് അരപ്പ് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ മുളക് അരച്ച് ചേർത്തുകൊണ്ട് തന്നെ നല്ല തിക്ക് ഗ്രേവിയാണുള്ളത്, അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരിക്കലും പച്ചവെള്ളം അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ച് കൊടുക്കരുത്. അച്ചാറിനകത്തൊക്കെ വെള്ളം കുറവാണെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം വേണം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവ 1 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം പിന്നെ ഇടുന്നത് ഒരു 1/2 സ്പൂണോളം കായപ്പൊടിയാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. കായപ്പൊടിയുടെയൊക്കെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കാം. ഇനി നമുക്ക് ഈ സ്റ്റേജിൽ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ വേറെ കുറച്ച് ചെമ്മീൻ മാറ്റി വെച്ചിരുന്നല്ലോ, ഒരു പിടി ചെമ്മീൻ എടുത്ത് മാറ്റി വെച്ചിരുന്നില്ലേ, ആ ചെമ്മീനെ നമ്മൾ മിക്സിക്കകത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഈ സ്റ്റേജിൽ നമ്മൾ ആ ചെമ്മീൻ കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ. അപ്പോൾ ഇതും കൂടി നമ്മുടെ ചെമ്മീൻ അച്ചാറിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അച്ചാർ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അതായത് ആ ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് അച്ചാർ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്താണ്, അച്ചാറിനിപ്പോൾ ഞാൻ നോക്കിയിട്ട് ടേസ്റ്റായിട്ട് നല്ല പുളിയും ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. എന്തായാലും നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറയുവാണെങ്കിൽ അച്ചാറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നമ്മൾ അറിയണമെങ്കിൽ ഒരു 2 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കിയാലാണ് അച്ചാറിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അന്നേരമാണ് അതിൻ്റെ ആ ഉപ്പും പുളിയും ഒക്കെ ഇറങ്ങി നല്ല കറക്റ്റ് പരുവത്തിലാവത്തുള്ളൂ. എന്തായാലും നമുക്കിതിനെ ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റി ചൂടാറിയ ശേഷം ഞാൻ ഒരു ഗ്ലാസ് ജാറിനകത്തേക്ക് ഇതിനെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അച്ചാറൊക്കെ നമ്മൾ എപ്പോഴും സൂക്ഷിക്കുമ്പോൾ ഒരു ഗ്ലാസ് ജാറിനകത്ത് സൂക്ഷിക്കുന്നതാണ് നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിനകത്ത് സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം.